നമ്മളെ ഇത് കുഴിച്ചിട്ടപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് വലിയതാവട്ടെ, ഇതുമ്മ കായ ഉണ്ടാകട്ടെ, എന്നിട്ട് കാണിച്ചു തരാന്നില്ലേ. ഇത്ര പോകുന്ന കുഞ്ഞ് തൈയാകുമ്പോ നമ്മള് ഇങ്ങനെ പിഴുത് വെച്ചതായിരുന്നു. ഇവിടെ നമുക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന കടയിൽ നിന്ന് സന്തോഷേട്ടൻ പോയിട്ട് പഴുത്ത മുളക് ഉണ്ടായിരുന്നു. ഒരു പച്ചമുളകിന്റെ ഇടയിൽ പഴുത്ത മുളക് ഉണ്ടാവില്ലേ, അത് ഇങ്ങനെ കൊടുത്തു വിട്ടതായിരുന്നു. ഇത് പാവിക്കോ കൊണ്ടുപോയിട്ട് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് നമ്മള് പാവി നിറയെ മുളക്. അപ്പൊ അങ്ങനെ ഉണ്ടായ മുളകാട്ടോ ഇത്. അപ്പൊ ഇത് കുറച്ച് കൊണ്ടുകൊടുക്കും. ഞങ്ങൾക്ക് എന്തായാലും ഇത് കായ ഉണ്ടായപ്പോ പിന്നെ നിങ്ങൾക്ക് കാട്ടിത്തരാതെക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് 3 തരത്തിലാണ് മുളക് ഉണ്ടായത് കേട്ടോ. ഒന്ന് ഇതാണ് ഉണ്ട മുളക്, ഇലയുണ്ട് കണ്ടിട്ടോ. പറിക്കാനുള്ള മൂപ്പ് ആയില്ലാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ തൊടുമ്പോ അല്ലേ ഉറപ്പുണ്ട്. പിന്നെ നീളമുള്ള മുളകുണ്ട്. ഇതാ കാണിച്ചെടുത്തും കിട്ടില്ല, നീണ്ട മുളക്, സാധാ പച്ചമുളകിന്റെ പോലെ നീളമുള്ള മുളക്. പിന്നെ ഒരു ഇടത്തരം വേറൊരു മുളകും കാണുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. എല്ലാതും ഒന്നും കായ ഉണ്ടായിട്ടില്ല. ചെറിയ മുളക് നിറച്ച് പൂവിടുന്നുണ്ട് എല്ലാത്തും വരും. അപ്പൊ എന്താ പറയണറിയാ, എല്ലാവർക്കും ഇത് കാണുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് അതിലേറെ ഇഷ്ടമാണ്. എന്നും നനച്ചു കൊടുക്കും, കഴിയുന്ന പോലെ നനയ്ക്കും. പക്ഷെ എന്താ പറയുക, ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളമാണ്, പൈസ കൊടുത്ത് വാങ്ങണ വെള്ളമാണ്. പിന്നെ ഇപ്പൊ വേനലല്ലേ, വെള്ളം നനയ്ക്കണ മാത്രല്ല കിണറ്റത്തെ വെള്ളം പറ്റി എല്ലാരും കൊടുക്കും. ഞങ്ങള് സംഭവം എന്താന്ന് ഇത് ഈ മുളകിന്റെ ഇടയിൽ ഉണ്ടായതാട്ടോ. അതെന്താ ഞങ്ങൾക്ക് അറിയണില്ല. പക്ഷെ മുളകിന്റെ ഇല പോലെ ഉണ്ട് കണ്ടോ, പൂവും ഇലയൊക്കെ ഒരുപോലെ. അപ്പൊ മുളകാണ്, മുന്തിരി മുളകാ പറഞ്ഞ് നിർത്തിയത് ഞങ്ങള്. പക്ഷെ മുന്തിരിന്റെ അത്ര ഓക്കെ. ഇത് പൊട്ടിച്ച് അതിന്റെ ഉള്ളില് ഒരു ഇങ്ങനത്തെ കുരു സാധന വരുന്ന പുറത്തേക്ക്. എന്താ അറിയില്ല കേട്ടോ. അപ്പൊ വിഷാണോ വിചാരിച്ചിട്ട് നിർത്തിയതാ. പറക്കണ്ട, അത് അറിയണ ഒരു കമന്റ് ഇടട്ടെ, കമന്റ് ഇടണം കേട്ടോ. ഇത് എന്താന്ന് ഇത് അറിഞ്ഞതിന് ശേഷം ഞങ്ങള് പറിച്ച് കളയുന്നുള്ളൂ. അതേമാരത്തെ പൂവൊക്കെ ഉണ്ട്, എന്താന്ന് അറിയില്ല. പക്ഷെ മുളകിന്റെ മണമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഇടയിലൂടെ ഉണ്ടായതാ. ഞങ്ങൾ വിചാരിച്ചു ഈ ചതുരപ്പുളിമയ്ക്ക് തത്ത വന്നിട്ട് തത്ത കാശിക്കണ ഇതുമ്പോ എന്തേലും മുളച്ചതാവും വിചാരിച്ച് നിൽക്കുകയാണ്. അറിയില്ല. അപ്പൊ ഈ മുളക് എന്താ അറിയോ, അല്ലെങ്കിൽ നമ്മൾ പീടിയെ പോയിട്ട് എന്നും ഡെയിലി പറഞ്ഞ പോലെ തന്നെ 100 മുളക് 200 മുളക് പറഞ്ഞ് വാങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങൾക്കിപ്പോ പീടിയെ പോയി കണ്ടെങ്കിൽ മുളക് കൊണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷാണ്. ആ മതി, ഒരു മുറി മതി മുളക്. അങ്ങനെ പിന്നെ എന്താ നമുക്ക് കിട്ടുന്ന വിത്ത് എന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ വഴുതനങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. വഴുതനങ്ങ ഞങ്ങൾക്ക് അതല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ തന്നെയാണ് ഞങ്ങൾക്ക് വേറെ പ്രശ്നം. നമ്മളീ വെള്ളം ആശ്രയിച്ച് കഴിയണോ കുറേ ആൾക്കാരുണ്ട്. കാരണം ഈ ജലനിധി പറയുന്ന പൈപ്പ് വെള്ളമാണ്. അപ്പം നമ്മൾ എടുക്കേണ്ടൊന്നും വറ്റിച്ച് കളയാൻ പറ്റൂല, എല്ലാവർക്കും വേണ്ടേ. ഇത് ഉണ്ടായി വരുന്നുള്ളൂ. വലുത് ഞങ്ങൾ ഇന്നലെയൊക്കെ പറിച്ച് ഉപ്പേരി വെച്ചു. എല്ലാവരും ഉണ്ടായപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ നീല വഴുതനങ്ങ ഞാൻ എന്നാലും വീഡിയോയിൽ കാണിച്ചേന്നില്ലേ, ബോറടിക്കുന്നുണ്ടോ? കേട്ടോ വലിയതുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ മുരട്ടില് മണ്ണ് നീക്കിയിട്ട് തടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിൽക്കുമല്ലോ. അങ്ങനെ കാട്ടിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കായ ഉണ്ടാവാൻ തുടങ്ങിയത്. അവിടെ ഒരു തൈമലും കുറേ ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഈ തയ്യൊക്കെ, ഈ മുളകും തയ്യൊക്കെ കൈമന്ന് എടുത്തോണ്ട് വെച്ചാട്ടോ. ഇതൊക്കെ അങ്ങനെ വെച്ച തൈകളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ തൈകളൊക്കെ എന്താണെന്നറിയോ, പോയാലും വലിയ തൈകൾ പോകുമ്പോഴേക്കിന് ചെറിയ തൈകൾ ഉണ്ടായി വരാണ്ട്. അപ്പോൾ കുറച്ചൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വെക്കാമായിരുന്നു. കറുത്തല്ലേ ഇതൊക്കെ നമ്മളെ കലാത്തിയൻ്റെ ഇടയിൽ കൂടെ നിറച്ച് തൈകൾ. ഇതൊക്കെ മുളകും തൈയാട്ടെ ഈ മുളച്ചുണ്ടായത്. പിന്നെ ഒരു കുരു വെച്ചിട്ടാട്ടോ ഈ പയറിൻ്റെ ഇതിങ്ങനെ പടന്നുണ്ടാവട്ടെ. എന്തായാലും ഇവിടെ ഒന്നും ചെയ്യാനും പറ്റണില്ല. ആദ്യമൊക്കെ വെച്ചാലേ മത്തൻ്റെ ഇല നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു മത്തൻ്റെ താമര കുഴിച്ചിട്ടിട്ട് ഒരു മത്തൻ്റെ ഉണ്ടായിട്ടുണ്ട്. കുറേ കുരു വെച്ചിട്ടില്ലെങ്കിൽ വില നുള്ളാലോ. ഒന്നുണ്ട്. അതിനിപ്പോ എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ആദ്യമായിട്ടുണ്ടായ മാങ്ങട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊന്നു പോലെ സൂക്ഷിക്കണേ. കവറൊക്കെ കെട്ടി നോക്കി. ഇതെന്ത് മാങ്ങയാണ്? കപ്പി മാങ്ങേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ. ഈ റോട്ട് മാക്കത്തന്നെ ഒരേ ഒന്ന് പിന്നെ ഒന്നും കിട്ടൂല. ആകെ ഒരെണ്ണുള്ളൂ. മുളകും തൈ മാത്രം ഇഷ്ടം.
പുറത്തു കൂടെയുള്ള വിശേഷം പുറത്ത് കൂടെ വിശേഷം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതൊന്നും കാണിക്കാം. റോസാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ ഇഞ്ചി ഉണ്ട്, പിന്നെ അതിന് മുരട്ട് മണ്ണും വേണം കുറേശ്ശെ. പിന്നെ നമ്മളെ പ്ലാവ് ഇത് ഉണ്ടായി വരുന്നു. ചക്ക 1 വർഷം 1.5 വർഷമായി. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളെ ചിക്കൂമല്. പഴുത്തതിന്റെ ഇത് പോയി ഇപ്പൊ. അതതിന് ഓരോന്നുണ്ടാകുമ്പോ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്താ ശരിയാ കളിക്കോപ്പ് വരില്ല കേട്ടോ. ഒരു കളിക്കോപ്പ് ഒരു സാധനല്ലേ പെൻസിലുണ്ടാവും അതേപോലെ. ഇതിന്റെ പേരെന്താ? എന്താ ഇതിന്റെ പേരാ? വാപ്പച്ചീൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നാണ്. അത് അതിലിങ്ങനെ വെച്ചതായിരുന്നു. അപ്പൊ ഒന്ന് വേറെ ചട്ടി ഒഴിവുണ്ടായപ്പോ ഇതിക്ക് മാറ്റിയത്. എന്താ പറയാ, ഈ നേരത്ത് നനയ്ക്കണം. മഴേന്റെ ഒരു മൂടലൊക്കെ ഉണ്ട്. അപ്പൊ ബാലമാമ പറയപ്പോ നനച്ചു കൊടുക്കണ്ട മഴയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നും ഇങ്ങനെ മൂടി വന്നു. നമ്മളെ വീട്ടിൽ തന്നെ പറയുമ്പോ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. കാണുന്നവർക്ക് അറിയണ്ടോ അവരെ വീട്ടിൽ നമ്മളെ അടുത്തുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലോ വീഡിയോ. അപ്പൊ കാണുന്നവർക്ക് അറിയാലോ. പിന്നെ നമ്മളെ ലക്ഷ്മി ടീച്ചർ ഉണ്ട് കേട്ടോ, നമ്മളെ തൃശ്ശൂരിലേ. അപ്പൊ വിളിച്ചു മെസ്സേജ് അയച്ചു. അപ്പൊ കൊറേ ആയി വിളിക്കലില്ല. കൊറേ ആള് നമ്മളെ ഈ സമയത്ത് ഇങ്ങനെ വിളിക്കാനുള്ളതുകൊണ്ടേ സമയം പോണത് അറിയില്ല. അപ്പൊ കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരു വട്ടം ഗുരുവായൂർ പോവാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ആളായിരുന്നു. നമ്മളെ ഗുരുവായൂർ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട്. അന്നത് മുടങ്ങി. ഇപ്പൊ ഞാൻ ഞങ്ങള് കളിക്ക് വേണ്ടി പോയപ്പോ അതൊക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അന്ന് മുടങ്ങിയതൊക്കെ ഓർത്തു എന്നൊക്കെ പറഞ്ഞ് അന്ന് മുടക്കാൻ വന്നല്ലേ. അന്ന് പോവാൻ വേണ്ടി അത്രയേ ഒരുങ്ങി നിന്നിട്ട്. അപ്പൊ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ ഒരുക്കിയ ആളായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ ഈ സമയത്ത് ഓർത്തതാണ്. കൊറേ ആയിട്ട് ഇപ്പോഴാണ് ഏട്ടന്റെ അമ്മയും അച്ഛനൊക്കെ ഒരേ സമയത്ത് മരിച്ചു. അപ്പൊ അതിന്റെ ഒക്കെ ടെൻഷനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളെ വിശേഷം വിളിച്ചിട്ടും ബിസിനസിന്റെ കാര്യം നമ്മൾ പറയില്ല. അത് നമ്മളെ വിശേഷത്തിൽ കൂടെ പറയണ്ട പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മള് ഇത് കുറെ ചോദിച്ചു. നീ കഫ്താനി അപ്പൊ ഇത് നമ്മള് കൊണ്ടുവരില്ല. കഫ്താനി നമുക്ക് കൂടുതൽ സെയിലില്ല. അപ്പൊ നമ്മൾ ടാഗ് ചെയ്യാം ഫ്ലിപ്കാർട്ടിന്റെ. വേണ്ടവര് വാങ്ങിക്കോളി. എന്താ നല്ല മോഡലാണല്ലോ. നല്ല മോഡൽ, നല്ല ഇട്ടുള്ള സുഖമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കാറ്റും വെളിച്ചൊക്കെ തട്ടും. കൈ അങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കല്ലേ. ഞാൻ ഇടുന്ന കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കൊണ്ടുവരുമോ. വിശേഷം നമ്മൾ ഇതിൽ പറയില്ല. നമ്മൾ മറ്റേ ചാനലിടലുണ്ടല്ലോ. നമ്മളെ ജിഷ്ണുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. നമ്മൾ പറയാൻ മറന്നു. പിന്നെ ഒരു 5-6 ദിവസം ഒരാഴ്ചയില്ലേ കഴിഞ്ഞിട്ട്. നമ്മള് എന്തറിയോ, നമ്മള് വിശേഷത്തിൽ നമ്മളെ ഫാമിലിക്കാരനെ പറയലുണ്ട് ചില ബർത്ത്ഡേ പറയണം. അപ്പൊ തന്നെ നമ്മൾ വിട്ടുപോകും. അപ്പൊ ആ കുട്ടിയുടെ നമ്മളെ ജിഷ്ണു നമ്മളെ സിന്തേച്ചിന്റെ മോനാണ്, മൂത്ത കുട്ടി. അപ്പോൾ അവൻ്റെ പിറന്നാളും ഇതേപോലെ കഴിഞ്ഞുപോയി. നമ്മൾ വിട്ടുപോയി. പറഞ്ഞതിൻ്റെ പിറ്റേന്ന് നമ്മൾ വിശേഷം എടുത്തിട്ടുമില്ല. അങ്ങനെയാണ് അത് ഉണ്ടായത്. ഓരോ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ. ഇന്ന് മറന്നു പോയതാണ്, മറക്കാൻ പാടില്ല. എങ്കിലും ഇപ്പൊ ആ ഒരു സമയം അങ്ങനെയായിരുന്നു. അപ്പൊ ജിഷ്ണുവിന്റെ ഫോട്ടോ ഒന്നും ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതൊക്കെ എല്ലാവർക്കും കാണാൻ അറിയാം. ഞാൻ ഇതുമ്മ സമാപിപ്പിക്കാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ അതില് വെള്ളം ഉണ്ടെന്നല്ലേ. പുറത്തേക്ക് ഇറങ്ങാണ്ട്. ഇനിയിപ്പോ 2 മാസം ലീവ് അല്ലേ. ഞാൻ ഓഫാക്കാം. ഇനി പുറത്തേക്ക് ഇറങ്ങണേ. നമ്മളെ കൊടും വേനലായിട്ട് അകത്തൊന്നും നിൽക്കല്ല. ഇപ്പൊ തന്നെ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അത് ഇന്നെക്കൊണ്ട് കഷ്ടപ്പെട്ട് കെട്ടി അവിടെ തൂക്കിടിച്ച് തന്നിട്ട് ഇപ്പൊ അത് പറിച്ചെടുക്കാൻ വാസേട്ടൻ്റെ കൊണ്ടുവന്ന കുപ്പിയാണ്. അത് പ്ലാസ്റ്റിക് ആണെന്ന് കുറെ ചോദിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ശരിയാണ്. കോല് കുത്തി വെച്ച് കൊടുത്തിരുന്നു. അതെ, ഇതിന്റെ കാലുമ്പോ മണ്ണുണ്ട്. ഇതിൽ പ്ലാവില് വെച്ചോ എന്നാ നീ കരാത്തിയേക്ക് വേണം. ഇവിടെ ഊരാ നിക്കടെ പോലെ ഇപ്പൊ ഇതൊക്കെ നമ്മളെ കലാത്തിയേന്റെ ഇല വെട്ടി ചോറിന് ഞാനിഞ്ഞ് ഇത്രയും വലിപ്പം വന്നിട്ടല്ല. ചാൻസ് കുറവാണ്.
കാരണം വളർത്തണേ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടി ഭംഗിക്കാണ്. ഇതിൽ കുറച്ച് പണിയെടുക്കാം. ഇത് നോക്കട്ടെ. കിട്ടോ അങ്ങോട്ടോ രസമായിട്ടത് ഒറിജിനൽ അതാ അല്ല നോക്കാം. ഇതിങ്ങനെ തൂങ്ങി കിടക്കണം. ഇത് വേര്, ഈ വേര് കണ്ടാ നിലത്തേക്ക് നിലത്തേക്ക് അടിക്കുക. അപ്പൊ നമ്മള് മുകളിൽ എവിടെയും ഇത് വെച്ചാണ് ഇങ്ങനെ വേര് തൂക്കണം. അതാണ് നല്ല ഭംഗിയാ. ഞങ്ങളിങ്ങനെ നമ്മള് വാസേട്ടോടെ കണ്ടാട്ടോ, ആ വേര് തൂങ്ങിക്കുമ്പോ നല്ല രസം കാണാന്. ഞങ്ങളിത് ഇങ്ങനെ വെച്ചതാണ്. പക്ഷെ ഇതിങ്ങനെ വെച്ചാ ഇതുണ്ടാവില്ല. ഇതൊക്കെ നമ്മള് പെരിന്തൽമണ്ണെന്ന് മേടിച്ചല്ലേ കൊണ്ടുവന്ന ഇത് കണ്ടവിടെ. കണ്ടു. അപ്പൊ അത് അവിടെ ഇങ്ങനെ തൂക്കിയാൽ ആ വേരിന്റെ ഇടയിൽ കൂടെ നല്ല രസം. നല്ല രസമാണ്. ഇതാണോ അത് അറിയാൻ പറ്റുന്നില്ല. ഒരു കാട്ടില് പോയിരിക്കണ ഫീല. പിന്നെ അവിടെ ഇഷ്ടം പോലെ ചെടിയല്ലേ. ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ. എല്ലായിടത്തും ഇങ്ങനെ തന്നെ. എത്ര നനച്ചെടുത്താലും ഇനി ഒന്നുകൂടി കാണിച്ചു തരാതാണ് അവിടെ. സൂപ്പർ ആയിട്ടോ. ഇവിടുന്ന് കാണാൻ ഭംഗിയില്ല, ഇവിടുന്ന് രസം. ഇവിടെ നോക്കുമ്പോ ഇവിടെ നോക്കണ രസം. പിന്നെ അമ്പലൊക്കെ വിരിഞ്ഞു. 2 അമ്പലം വിരിഞ്ഞു. അത് ഒരമ്പലോട് പോയി പറിച്ചോ? ആരോ പറിച്ചോ? പറിച്ചു. ഇല്ല, ആരും പറിച്ചില്ല. ഇല്ല, അതാ മുട്ട് വീണ് കിടക്കാണ്. ഇത് വിരിഞ്ഞു കഴിഞ്ഞോ? 2 കൂടുതൽ ഈ വളർത്തുന്നത് നമ്മൾ അവിടെ ഉണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജ് വിട്ടിട്ട് മേടിച്ചിട്ട് ഇവിടെ റെഡിയാക്കണം. ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം കൂടി ഉണ്ട് ഇവിടെ. ആഗ്രഹിച്ചത് ഓക്കെ കേട്ടോ. നോക്കാം. ഇതിന്റെ മുകളില് വലുതായിട്ടുണ്ട്. പേരക്കതാ ഇപ്പൊ മതി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ. തിന്നലും കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കാണിച്ചു തരാട്ടോ. ഞങ്ങൾക്ക് ഇന്ന് പുഴുങ്ങിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അത് വേരാണ്. പൂളൻ്റെ അടിയുണ്ട്. ചേമ്പില്ലേ, എന്ത് ചേമ്പാ പറയാ, ആ നീളമുള്ള ചേമ്പ്, അത് പുഴുങ്ങിയതാണ് 4 മണി ചായക്ക്. അത് പുഴുങ്ങിയതും പൂള പുഴുങ്ങിയതും എന്താ കേട്ടോ. ഇതൊക്കെ ഇഷ്ടമാണ് ചേമ്പ് പുഴുങ്ങിയത്. പൂള ഇഷ്ടമല്ല. ചേമ്പ് നല്ല രസമാണ് കട്ടൻ ചായക്ക് തിന്നാൻ. ഈ ചെടിയൊക്കെ പോയതൊക്കെ എടുത്തിട്ടുണ്ടോ? അതൊക്കെ പാറ് തട്ടിട്ടതാ. ചമ്മന്തി അരക്കുമ്പോഴേക്കൊക്കെ തിന്നു കഴിഞ്ഞു. അമ്മ ചമ്മന്തി അരക്കണം. ഞാൻ ചേമ്പ് പൂളയൊക്കെ പുഴുങ്ങി പോയി കിടന്നു. ഇറങ്ങിട്ടല്ലേ നിർബന്ധല്ലേ പറയാ ചമ്മന്തി അരച്ചാ മതി. ഇറങ്ങി നീച്ചപ്പോ എന്നെ കാണണ്ട എല്ലാവർക്കും. ഇറങ്ങി നീച്ചോ? ഇറങ്ങി നീച്ചാണ്. അങ്ങോട്ട് പോകട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടാക്കിയിട്ട് രാവിലെ ചായക്ക് കടി അതിന് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തന്നിട്ടോ. ഒന്നും ഉണ്ടാക്കണമെന്ന് കാണിച്ചില്ല. പുട്ടാണ്, പൂളേൻ്റെ പുട്ടാണ് കേട്ടോ. പച്ച പൂള ഉണക്കിയിട്ട് നല്ലോണം കൊത്തി അരിഞ്ഞ് ഉണക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് പൊടിയാക്കി എന്നിട്ട് കുഴച്ചിട്ട് അരിപ്പൊടി ചേർത്താൽ പൂളേൻ്റെ രുചിയിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇത് അരിപ്പൊടിയൊന്നുമില്ല, വെറും പൂള അതിനാക്കിയത് കേട്ടോ. പൂളപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കും, പിന്നെ പിടി ഉണ്ടാക്കും, പത്തിരി ഉണ്ടാക്കും ഒക്കെ ചെയ്യും. പൂള ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കിയ ഇഷ്ടമാണ്. നാളികേരൊക്കെ ഇട്ട് ഇങ്ങനെ പുട്ടാക്കിയിരുന്നു രാവിലെ. അതാണ് രാവിലത്തെ കടിയത് കേട്ടോ. ബാക്കി ഏതാണത്. ഞങ്ങൾ കട്ടൻ ചായ കൂട്ടിഞ്ഞത് തിന്നാൻ പോവാണ് കേട്ടോ. അമ്മ പൂളൊക്കെ പുഴിഞ്ഞ് കടന്നുറങ്ങിയാണ്. നീച്ച നമ്മളിങ്ങനെ ഇത്ര പാത്രം കാലിയായി തുടങ്ങി. ശർക്കര ചായയും അടുക്കളയിൽ ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ ഒരു ചെറിയൊരു കസാല വേണം ഇരിക്കാന്. നോക്കട്ടെ. പിന്നെ അതന്നെ പറഞ്ഞേ സ്ഥലം പോകൂല. ഞാൻ തന്നെ വട്ടമേശ സമ്മേളനം നടത്താം. ചെറിയ നമുക്ക് ഇതേപോലെ ചായ കുടിക്കാനൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിക്കാലോ. അങ്ങോട്ടും കുഞ്ഞോളെ മുഖത്തേക്ക് വെക്കണം എല്ലാവരും. അപ്പൊ ഞങ്ങൾ ചാടിക്കാട്ടോ. നമ്മളെ വിശേഷം നിർത്തണം. നാളെ കാണാട്ടോ. എല്ലാവർക്കും ബൈ.